മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. മലപ്പുറം തിരൂരിൽ പവർ ബാങ്ക് പൊട്ടിത്തെറിച്ച് വീട് പൂർണ്ണമായും കത്തിനശിച്ചു. ചാർജ് ചെയ്യാനിട്ട പവർ ബാങ്കാണ് പൊട്ടിത്തെറിച്ചത്. വീട്ടിൽ ആളില്ലാത്തതിനാൽ വലിയ ദുരന്തം ഒഴിവായി. നാട്ടുകാരെത്തി വെള്ളമൊഴിച്ച് തീയണച്ചു. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അമീഷ പ്രദീപ് ഉണ്ട്. അമീഷ, പവർ ബാങ്ക് പൊട്ടിത്തെറിച്ച് വീട് കത്തി നശിച്ചിരിക്കുകയാണ്. ഈ ഒരു ആളുകളില്ലാത്തത്, വീട്ടിൽ ആൾക്കാരില്ലാത്തത് വലിയൊരു ദുരന്തമാണ് ഒഴിവാക്കിയത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, മുക്കിലിപ്പീടിക സ്വദേശി അബൂബക്കറിന്റെ വീടാണ് ഇത്തരത്തിൽ പവർ ബാങ്ക് പൊട്ടിത്തെറിച്ച് തീ പടർന്നത്. ഓലമേഞ്ഞ ഒരു വീടാണ് ഇദ്ദേഹത്തിൻ്റെ. ഈ വീടാണ് ഇപ്പോൾ ഓലമേഞ്ഞ ഈ മേൽക്കൂരയാണ് കത്തി നശിച്ചിരിക്കുന്നത്. വീട് പൂർണ്ണമായും കത്തി നശിക്കുകയാണ് ഉണ്ടായിരുന്നത്. ഇദ്ദേഹം പവർ ബാങ്ക് ചാർജ് ചെയ്യാനിട്ട് പുറത്തേക്ക് പോയി പിന്നീട് ആണ് ഇത്തരത്തിൽ വലിയൊരു അപകടം ഉണ്ടാകുന്നതായി കാണുന്നത്. വീട് പൂർണ്ണമായും കത്തുകയാണ് ഉണ്ടായിരുന്നത്. വീട്ടിലെ സൂക്ഷിച്ച സാധനങ്ങളെല്ലാം തന്നെ കത്തി നശിക്കുകയാണ് ഉണ്ടായത്. വസ്ത്രങ്ങളും അതുപോലെ തന്നെ അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന മറ്റു രേഖകളെല്ലാം തന്നെ കത്തി നശിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്നലെ രാത്രിയോടുകൂടിയായിരുന്നു ഇത്തരത്തിൽ വലിയൊരു അപകടം തന്നെ ഉണ്ടാവുന്നത്. നാട്ടുകാരെത്തിയാണ് വെള്ളമൊഴിച്ച് തീ അണയ്ക്കുന്നത്. ഇന്നലെ തന്നെ ഫോറൻസിക് സംഘം എത്തി പരിശോധന നടത്തുകയെല്ലാം ചെയ്തിരുന്നു. പോലീസും എല്ലാം സ്ഥലത്തെത്തിയിരുന്നു. വളരെയധികം ജാഗ്രത പാലിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പവർ ബാങ്ക് എന്ന് പറയുന്നത്. ഇത് ചാർജ് ചെയ്യാനിട്ട് പുറത്തേക്ക് പോയ ആ ഒരു സമയത്താണ് ഇത്തരത്തിൽ വലിയൊരു അപകടം തന്നെ ഉണ്ടായത്. വീട് പൂർണ്ണമായും കത്തി നശിച്ച ഒരു സാഹചര്യത്തിലാണ്, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലാണുള്ളത്. ഇത്തരത്തിലൊരു പവർ ബാങ്ക് ചാർജ് ചെയ്യാൻ ഇടുന്നു, അത് പിന്നീട് കത്തി നശിച്ച് വലിയ ഒരു അപകടം തന്നെ, അതിൽ നിന്ന് തീ പടർന്ന് വലിയൊരു അപകടം തന്നെ ഉണ്ടാകുന്നു. നാട്ടുകാരെത്തിയാണ് ഈ സംഭവം അറിഞ്ഞ നാട്ടുകാരെത്തിയാണ് വെള്ളമൊഴിച്ച് തീയെല്ലാം അണയ്ക്കുന്നത്. ഈ വീടിന് ചുറ്റും 3-4 വീടുകൾ മാത്രമാണുള്ളത്. അവരെത്തിയാണ് ഈ തീ അണയ്ക്കുന്നത്. മാത്രമല്ല, ഈ അടുക്കളവാതിൽ ചവിട്ടി തുറന്ന് ഗ്യാസ് പുറത്തേക്ക് പുറത്തേക്കാക്കിയതോടുകൂടി വലിയൊരു ദുരന്തം ഒഴിവായി എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ ഗ്യാസിലേക്കെല്ലാം തീ പടർന്ന് ആ ഒരു വലിയൊരു അപകടത്തിലേക്ക് തന്നെ വഴിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമായിരുന്നു. അത്തരത്തിലുള്ള ഒരു വലിയൊരു അപകടം തന്നെ ഒഴിവായി എന്ന് പറയാം. ഈ അബൂബക്കർ എന്ന് പറയുന്നത് കുറേ കാലങ്ങളായി വാടക വീട്ടിൽ താമസിച്ച് വരികയായിരുന്നു. ഈ അടുത്താണ്, ഈ കുറച്ച് നാളുകൾക്ക് മുൻപാണ് ഇപ്പോൾ ഒരു വീട് കെട്ടി ആ വീട്ടിലേക്ക് മാറുന്നത്. ആ വീടാണ് ഇപ്പോൾ കത്തി നശിച്ചിരിക്കുന്നത്. മാസങ്ങൾക്ക് മുൻപാണ് പുതിയൊരു ഫോൺ വാങ്ങുകയും അതിനുകൂടെ സൗജന്യമായി കിട്ടിയ ഒരു പവർ ബാങ്കാണ് ഇത്തരത്തിൽ ചാർജ് ചെയ്യാനിട്ട് അതിൽ നിന്ന് തീ പടർന്ന് വലിയ രീതിയിലുള്ളൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. ദീപ്തി, ശരി. മലപ്പുറം തിരൂരിൽ പവർ ബാങ്ക് പൊട്ടിത്തെറിച്ച് വീട് പൂർണ്ണമായും കത്തി നശിച്ചു. ചാർജ് ചെയ്യാനിട്ട പവർ ബാങ്കാണ് പൊട്ടിത്തെറിച്ചത്. വീട്ടിൽ ആളില്ലാത്തതിനാൽ വലിയ ദുരന്തം ഒഴിവായി. നാട്ടുകാരെത്തി വെള്ളമൊഴിച്ച് തീയണച്ചു. അമീഷ പ്രദീപാണ് വിവരങ്ങൾ നൽകിയത്.